പാലക്കാട് ഓങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ക്യൂ സംവിധാനം നടപ്പാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളോട് പഞ്ചായത്ത് ഭരണസമിതി വിവേചനം കാണിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പാലക്കാട് ഓങ്ങല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ കാരക്കാട് റോഡിലുള്ള 2-ാം നമ്പർ സ്റ്റാൻഡിലുമാണ് ക്യൂ സംവിധാനം കൊണ്ടുവരുന്നത്. നിരവധി വാർഡുകൾ ഉൾക്കൊള്ളുന്ന കാരക്കാട് പ്രദേശത്ത് നിലവിൽ ഒരു ബസ് സർവീസാണുള്ളത്. പിന്നീട് ജീപ്പും ആളെ വിളിച്ചുകയറ്റി ഓടുന്ന ഓട്ടോറിക്ഷകളുമാണ് ജനങ്ങളുടെ ആശ്രയം. ഇത്തരത്തിൽ ആളുകളെ വിളിച്ചുകയറ്റി ഓടുന്നതിനെതിരെ മറ്റ് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പരാതിയുമായി രംഗത്തെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നാണ് ക്യൂ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചിച്ചത്. എന്നാൽ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സംവിധാനം കൊണ്ടുവരുന്നത് വിവേചനമാണെന്നാണ് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നത്. ട്രാൻസ്പോർട്ടുകൾ നമ്മുടെ നാട്ടിലൊക്കെ ബസ്സുകളാണ്. ഒരു KSRTC ബസ് കാരക്കാട് ഭാഗത്തേക്കില്ല. മറ്റു ബസ്സുകൾ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറഞ്ഞ സാഹചര്യമുള്ളത്. പഴയ കാലത്തൊക്കെ ജീപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ജീപ്പിലാണ് പോയിരുന്നത്. ആ സിസ്റ്റം ഇപ്പൊ നിലവിലില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകൾ നിന്ന് ആ ഓട്ടോറിക്ഷകളിലെ ആളുകളാകുന്ന സമയത്ത് പരസ്പരം ഷെയർ ചെയ്ത് ചെറിയ പൈസ വാങ്ങി പോകുന്ന ഒരു സിസ്റ്റം പോലും ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിർത്തലാക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് വലിയ വിരോധാഭാസമാണ്. അതൊരിക്കലും നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ബസ് സർവീസ് അല്ലാത്ത പ്രദേശത്തേക്ക് ആളെ ഇറക്കി പോകുന്ന ഓട്ടോറിക്ഷകളാണ് ഇവിടുത്തുകാരുടെ ആശ്രയം. ക്യൂ സംവിധാനം വന്നാൽ സ്റ്റാൻഡിൽ ആദ്യം കിടക്കുന്ന ഓട്ടോ വിളിക്കണം. സ്ഥിരം ഓട്ടോറിക്ഷ വിളിക്കുക എന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും മെമ്പർമാർ പറഞ്ഞു. സംയുക്തമായിട്ടുള്ള ഓട്ടോ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓങ്ങല്ലൂരിൽ 2 സ്റ്റാൻഡുണ്ട്. അപ്പോ അനീതി എന്ന് തന്നെ പറയാം. ഒരു സ്റ്റാൻഡിൽ മാത്രം ടോക്കൺ സിസ്റ്റവും അതുപോലെ തന്നെ ഗ്യാപ്പ് എടുക്കാൻ പറ്റില്ലെന്നുമാണ് തീരുമാനം എടുക്കാൻ പോകുന്നത്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ പഞ്ചായത്തിലേക്കും മറ്റു ആവശ്യങ്ങൾക്ക് കൃഷി ഓഫീസിലേക്കും സേവനങ്ങൾക്ക് വരുമ്പോൾ കാരക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ കൊണ്ടൂർക്കര ഭാഗത്തേക്ക് ഒന്നും സ്ഥിരം ബസ് റൂട്ട് ഇല്ല. കാരക്കാട് ഭാഗത്തേക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ 2 ടൈമില്. അപ്പൊ അവർക്കൊക്കെ ഗ്യാപ്പ് ഓട്ടോറിക്ഷ നിർത്തിയാൽ ഒരുപാട് പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടാവും. സ്ഥിരമായി ബസ് റൂട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കില്ല. അപ്പോൾ ആ ഒരു അനീതിയാണ്. ഒരു സ്റ്റാൻഡിൽ മാത്രം ടോക്കൺ സിസ്റ്റവും അതുപോലെ തന്നെ ഓങ്ങല്ലൂർ 1 സ്റ്റാൻഡിൽ ടോക്കൺ വേണ്ടാമെന്നുള്ള ആ ഏകാധിപത്യമായ അനീതിക്കെതിരെയാണ് ഇവിടെ നിവേദനം കൊടുത്തിരിക്കുന്നത്. അതിന് ഉചിതമായ ഒരു തീരുമാനം ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എടുക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാ ഓട്ടോ തൊഴിലാളികളും പിന്തുണയ്ക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ക്യൂ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് INTUC-യും UDF മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. മുസ്തഫ, ഷിഹാബ്, INTUC ഡ്രൈവേഴ്സ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ഓങ്ങല്ലൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,